നിറവേറ്റാത്തത്? അതായത് ഈ സംസ്ഥാനത്തെ മതേതരത്വം നിലനിർത്തുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് മാത്രം ബാധ്യതയാണോ? ഹിന്ദു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJP പ്രതിരോധിച്ചിട്ട് ഹിന്ദുക്കൾ മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന മുസ്ലിം വർഗീയ സംഘടനകളുടെ പിന്തുണ നേടുന്ന സംഘടനകൾക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അവരെ ഒരു നിലയ്ക്കും തിരുത്തേണ്ടത്, അവരെ ഒരു നിലയ്ക്കും റിപ്രമാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ അത് എന്തൊരു ഇരട്ടത്താപ്പാണ്. സാധാരണ കേരളം ഒരു ആന്റി ഇൻകംബൻസി സ്റ്റേറ്റ് ആണ്. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും ഭരണം മാറ്റുന്ന സ്റ്റേറ്റ് ആണ്. അപ്പുറത്തുള്ള ആളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ള ആളോടുള്ള എതിർപ്പാണ് പലപ്പോഴും കേരളത്തിലെ വോട്ടിന്റെ ഇന്ധനമാകാറുള്ളത് എന്ന് തോന്നാറുണ്ട്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇപ്പോൾ ആന്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടു പലകയാണല്ലോ. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി UDF ആകും അതിന്റെ ഗുണഭോക്താവെന്ന് ഉറപ്പിക്കാലോ ഈ നിമിഷം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒരിക്കലും സാധിക്കില്ലല്ലോ. ഞാൻ അതിലെ കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞത്, എവിടെയൊക്കെയാണോ BJPക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ളത് അവിടെ എല്ലാം ആളുകളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഈ ആന്റി ഇൻകംബൻസിയുടെ നാച്ചുറൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP ആണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. തിരുവനന്തപുരത്ത് BJPക്ക് പ്രസൻസ് ഉണ്ട്. അവിടെ സർക്കാർ വിരുദ്ധ വികാരം മുഴുവൻ ആർക്കാ കിട്ടിയത്? കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തേക്കല്ലേ പോയത്? ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ഒരു മേയർ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ വലിയ മത്സരം നടത്തിയത്? അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തല്ലേ? അവിടെ BJP ആണ് അതിന്റെ ഗുണഭോക്താവായത്. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ സർക്കാരിനോടുള്ള വിരോധം തീർത്തത് ആർക്ക് വോട്ട് ചെയ്തിട്ടാണ്? തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ സർക്കാരിനോടുള്ള വിരോധം തീർത്തത് ആർക്ക് വോട്ട് ചെയ്തിട്ടാണ്? ഈ കൊല്ലത്തെയും കോഴിക്കോടെയും ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്? അപ്പൊ നോക്കൂ, എവിടെയൊക്കെ BJPക്ക് ജയിക്കാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടോ അവിടെയെല്ലാം BJP ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. BJPക്ക് അങ്ങനെ ശക്തിയോ സ്വാധീനമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ ആന്റി CPM വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് CPM തന്നെ ജയിച്ചേക്കാം, BJP ജയിക്കില്ല എന്ന് ജനങ്ങൾക്ക് സംശയമുള്ള സ്ഥലങ്ങളിലാണ് ഈ കോൺഗ്രസ് ഇതിന്റെ ഗുണഭോക്താവായിട്ടുള്ളതാണ്. ആദ്യം എനിക്ക് ഈ ചർച്ചയിൽ വളരെ കൗതുകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു മലപ്പുറം ഡിസ്കഷനാണ്. അതായത് ശ്രീ NP ചേക്കുട്ടി അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. CPMന്റെ നേതൃത്വത്തിൽ ഇവിടെ കമ്മ്യൂണലായിട്ട് സംസ്ഥാനത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് ശക്തമായിട്ടുള്ള മറുപടി കിട്ടി. അതായത് മലപ്പുറത്തെ എല്ലാ വിഭാഗം ജനങ്ങളും UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ഇതേ ചർച്ചയിൽ തന്നെ CPMന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ PK ഗോപൻ പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് തൊട്ടേ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ കുറെ ജനങ്ങളും കുറെ പ്രമാണികളും വർഗീയമായി ചിന്തിക്കുന്ന ഒരു ശീലമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടുത്തെ BJPയുടെ ജയത്തിൽ വലിയ അത്ഭുതമില്ല എന്നുള്ള. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 70%. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 70%. തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അത് ഹിന്ദു വർഗീയതയാവുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിൽ UDF ജയിക്കുമ്പോൾ അത് മതേതരത്വത്തിന്റെ ഉദാഹരണമാവുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അത് ഹിന്ദു വർഗീയതയാവുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിൽ UDF ജയിക്കുമ്പോൾ അത് മതേതരത്വത്തിന്റെ ഉദാഹരണമാവുന്നു. പോയി ചത്തുടടാ. എങ്ങനെയാണ് ഒരേ കാര്യത്തെ 2 തരത്തിൽ നമുക്ക് ഇത്രയും കൃത്യമായി ഡബിൾ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരേ ഫെനോമിനെ 2 തരത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മര്യാദ വേണ്ടേ? തിരുവനന്തപുരത്ത് BJPക്കുള്ള വോട്ട് വർഗീയ വോട്ടാണെങ്കിൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പറയുന്ന PFIയുടെ സംഘടനയായിട്ടുള്ള SDPIനെയും ഒക്കെ കൂട്ടുപിടിച്ച് നടത്തുന്ന UDFന് കൊടുത്തിട്ടുള്ള വോട്ട് എന്ത് വോട്ടാണ്? അതും ശരിയാണല്ലോ. അവിടുത്തെ ഹിന്ദുക്കൾ കൂടി UDFന് വോട്ട് ചെയ്തില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജനാധിപത്യത്തിൽ 51% വോട്ട് കിട്ടുന്നവരാണ് ജയിക്കുന്നത്. ഭൂരിപക്ഷത്തിനാണ് അവിടെ തീരുമാനിക്കാൻ അധികാരമുള്ളത്. 70% മുസ്ലിം ജനസംഖ്യയും 27% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം വോട്ട് ബാങ്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരാളെ ജയിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരെ ജയിക്കുള്ളൂ. അവിടെ ആരാണ് ജയിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ മുസ്ലിം വോട്ടാണ്. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്ന ഈ പറയുന്ന SDPയെ കൂട്ടുപിടിക്കുന്ന ഇസ്ലാമിക വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന, അവരെ തള്ളി പറയാൻ ഒരു നിലയ്ക്കും തയ്യാറാവാത്ത, മതരാഷ്ട്ര സ്ഥാപനവാദത്തെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്ത ജമാഅത്തയുടെ പിന്തുണ നിർലജ്ജം സ്വീകരിക്കുന്ന UDFന് ഒരു മറുപടി കൊടുക്കാൻ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മലപ്പുറത്തെ സമൂഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നിറവേറ്റാത്തത്? അതായത് ഈ സംസ്ഥാനത്തെ മതേതരത്വം നിലനിർത്തുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് മാത്രം ബാധ്യതയാണോ? ഹിന്ദു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJP പ്രതിരോധിച്ചിട്ട് ഹിന്ദുക്കൾ മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന മുസ്ലിം വർഗീയ സംഘടനകളുടെ പിന്തുണ നേടുന്ന സംഘടനകൾക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അവരെ ഒരു നിലയ്ക്കും തിരുത്തേണ്ടത്, അവരെ ഒരു നിലയ്ക്കും റിപ്രമാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ അത് എന്തൊരു ഇരട്ടത്താപ്പാണ്. ചെറുപ്പം തള്ളി
പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയാൻ തയ്യാറാവാത്ത SDP-യുടെ പിന്തുണയെ സ്വീകരിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടി മത്സരിക്കുന്ന UDF ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം, ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് UDF തിരിച്ചടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മലപ്പുറത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ മലപ്പുറം ജില്ലയിലെ 94-90 സീറ്റും കോൺഗ്രസ് ജയിച്ചത് മതേതരത്വത്തിന് ഉദാഹരണമായിട്ടല്ല ഞാൻ കാണുന്നത്. അവിടെ UDF നടത്തിയിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ ആ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ശരിവെച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറയുന്ന പോയിന്റിന്റെ തെളിവല്ല, നിങ്ങൾക്ക് എതിരായിട്ടുള്ള പോയിന്റിന്റെ തെളിവാണത് എന്നത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ജനങ്ങളെ ചീത്ത പറയുകയും വോട്ടർമാരുടെ പ്രബുദ്ധതയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന മറ്റുള്ളൊരു ശൈലിയാണ്. മറ്റേ കൂട്ടരാണെങ്കിൽ EVM-നെയും വോട്ടേഴ്സ് ലിസ്റ്റിനെയും ഇലക്ഷൻ കമ്മീഷനെയൊക്കെയാണ് കുറ്റം പറയാറ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇത്തവണയാണ് BJP 18% വന്നത്. അതായത് ഗ്രാജുവൽ റൈസ് BJPക്ക് ഉണ്ടെന്ന് അത് കാണിക്കുന്നത്, അതല്ലാണ്ട് BJP സ്റ്റാഗ്നേറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ എന്തൊരു തോൽവിയാണ്. നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ ആകെ രാഷ്ട്രീയം നടന്ന് കേരളത്തിൽ BJP-യെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം എന്താ? ആരാണ് RSS-നെ കൂടുതൽ പ്രതിരോധിക്കുന്നത്? ആരാണ് BJP-യുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. LDF പറയുന്നു ഞങ്ങളാണ് ശരിക്കും പ്രതിരോധിക്കുന്നത്, കോൺഗ്രസിന് ആത്മാർത്ഥയില്ല, അവർ RSS ആണെന്ന് പറയുന്നു. കോൺഗ്രസ് പറയുന്നു അല്ല, ഞങ്ങളാണ് ശരിയായിട്ടുള്ള പ്രതിരോധം, ദേശീയ തലത്തിൽ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ, ഈ LDF ഇവിടെ മാത്രമേ ഉള്ളൂ, അവർ BJP-യുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് CJP ആണെന്ന് പറയുന്നു. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം, അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. അപ്പോൾ കോർപ്പറേഷനിൽ 8 സീറ്റുകൾ, ഒരു മുനിസിപ്പാലിറ്റിയിലെ 2ാം സ്ഥാനം, ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വളരെ ശുഷ്കമാണ് തൃശ്ശൂരിലെ BJP-യുടെ പെർഫോമൻസ്. മറ്റ് പല ജില്ലകളെടുത്താലും നമ്മൾ ആ ഒരു പാറ്റേൺ കാണാവുന്നതാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിജയം നേടിയതിനു ശേഷം അത് നിലനിർത്തി അതിനാനുപാതികമായ വർധന ഉണ്ടാക്കി അങ്ങനെ ആ തരത്തിൽ വളരുന്ന ഒരു പ്രതിഭാസമല്ല. ഇതൊക്കെ ഒരു വൺ ടൈം ഫിനോമിന ആയിട്ടാണോ വരുന്നത്? നോക്കൂ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയുടെ പ്രകടനത്തെ വിലയിരുത്തേണ്ടത് തൊട്ടുമുമ്പ് നടന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ അത് തൊട്ടുമുമ്പ് നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിവേകമാണ്. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ തൃശ്ശൂരിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ടല്ലോ. തൃശ്ശൂരിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ തൃശ്ശൂർ സംഭവിച്ചത് എന്താ വെച്ചാൽ ടൈ ആയിരുന്നു. UDF-ഉം LDF-ഉം ഒരേ നമ്പർ സീറ്റുകൾ വന്ന് ടൈ വന്നപ്പോൾ UDF റിബലിനെ മേയർ സ്ഥാനം കൊടുത്തിട്ടാണ് LDF അവിടെ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അതായത് കഴിഞ്ഞ തവണ തന്നെ ജയിക്കാമായിരുന്ന ഒരു വാർഡാണ്. അവിടെ LDF വിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് 2ാം സ്ഥാനത്ത് നിന്നിരുന്ന UDF-ന് ആനുകൂല്യം കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആനുകൂല്യം നമ്മുടെ BJP-ക്ക് കിട്ടില്ല എന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനമുള്ളത്? അതായത് സംസ്ഥാനത്തുടനീളം ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഒരു ആന്റി ഇൻക്യുബൻസി ഫീലിംഗ് ഉണ്ട്. എവിടെയൊക്കെ BJP ഒരു സ്ട്രോങ് ആൾട്ടർനേറ്റീവായി നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം BJP-ക്ക് വോട്ട് ചെയ്യാനാണ് ജനങ്ങൾ തയ്യാറാവുന്നത്. തിരുവനന്തപുരത്ത് വലിയ വളർച്ചയൊന്നും നേടിയില്ല പറഞ്ഞു. നമുക്ക് 2015 അവിടെ 35 സീറ്റാണുള്ളത്, 2020 35 സീറ്റാണുള്ളത്. അതായത് ഭരണം ഉണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു വർധനം ഉണ്ടാക്കാൻ പറ്റാത്തടത്ത് ഇത്തവണ BJP വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയതുകൊണ്ട് 35 നിന്ന് നേരെ 50-ലേക്കാണ് വന്നത്. ആകെ 100 സീറ്റുള്ള കോർപ്പറേഷനിലെ പകുതി സീറ്റും 50 സീറ്റും BJP പിടിച്ചിട്ട് അത് വലിയ നേട്ടമല്ലെന്ന് പറയാൻ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വാർഡ് നഗരസഭ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കഴിയാതെ പോയിട്ടുള്ള കോൺഗ്രസിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. അതായത് BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും വലിയ ജമ്പാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ളത്. BJP നല്ല പ്രകടനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഉദാഹരണം ഞാൻ പറയാം, കോഴിക്കോട് കഴിഞ്ഞ തവണ 7 വാർഡുകളാണ് ഉണ്ടായിരുന്നത്, ഇത്തവണ 14 നേരെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഒരു ചെറിയ മിന്നലെ പോയി. അങ്ങനെ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? സിറ്റിംഗ് മേയറുടെ വാർഡിൽ റനീഷ് ജയിച്ചു, UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PM നിയാസിന്റെ വാർഡിൽ BJP ജയിച്ചു, LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ BJP ജയിച്ചു, നഗരഹൃദയമായിട്ടുള്ള മാവൂർ റോഡിൽ BJP ജയിച്ചു, സംഘത്തിന്റെ ആദ്യത്തെ ശാഖയെ ആരംഭിച്ചുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ചാലശ്ശേരി ചാലപ്പുറത്ത് BJP ജയിച്ചു. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർഡുകളിൽ 2 മുന്നണികളോടും ഒരേപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് BJP-യോടെ പരാജയപ്പെടുന്നത്. ജയന്റ് കില്ലർമാരായിട്ടാണ് BJP എമർജ് ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിൽ BJP 12 സീറ്റുകൾ 1ാം സ്ഥാനത്ത് വന്നു. BJP 2 അക്കം തൊട്ടു ആദ്യമായിട്ട് കൊല്ലം നഗരസഭയിൽ. തന്നെയല്ല, അവിടുത്തെ LDF-ന്റെ മേയർ ആയിരുന്ന രാജേന്ദ്ര ബാബുവിനെ അയാളുടെ വാർഡിൽ BJP പരാജയപ്പെടുത്തി. അവിടെയും BJP-യാണ് ജയന്റ് കില്ലറായിട്ട് എമർജ് ചെയ്തത്. ഏത്
സ്ഥലത്ത് BJP യുടെ പ്രകടനം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള പരാജയം BJP വല്ലാണ്ട് ബാധിച്ചു. മുനിസിപ്പാലിറ്റി ഏരിയയിൽ BJP വോട്ട് കുറഞ്ഞു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുന്നതിന്റെ ലക്ഷണമാണെന്നൊക്കെ ഇത്രയും ദിവസം പ്രസംഗിച്ച് നടത്തുന്ന ആൾക്കാർ പറയാണ് കേവലം ഭൂരിപക്ഷം എത്താൻ പറ്റിയിട്ടില്ല എന്ന്. നീയാണല്ലോ കോടതി ഓടാമേര് ഈ രണ്ട് മുന്നണികളോട് മത്സരിച്ചിട്ട് ഇത്രയും വിപരീതമായിട്ടുള്ള എല്ലാ സാധ്യതകളോടും പൊരുതിക്കൊണ്ട് 25 സീറ്റ് നേടിയിട്ട് അവിടുത്തെ ഒറ്റ പാർട്ടി ആയിട്ടുള്ളത് BJP ആണെങ്കിൽ BJP ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ BJP 21 സീറ്റുകൾ, അതായത് LDF ഭരിച്ചിരുന്ന സ്ഥലത്ത് LDFന്റെ ഓൾട്ടർനേറ്റീവോടെ BJP ആണ് ആയത്. കഴിഞ്ഞാണ് കാരണം BJP അവിടെ പ്രതിപക്ഷമായിരുന്നു. അതുകൊണ്ട് BJP ജയിക്കുന്ന പാർട്ടി എന്നുള്ള വിശ്വാസം ആളുകൾക്ക് വന്നപ്പോൾ അവിടെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആന്റി ഇൻക്യുമൻസി ഫീലിംഗിന്റെ BJPക്ക് നോമിനൽ ആയിട്ടെങ്കിലും പ്രസൻസുള്ള എല്ലാ സ്ഥലത്തും ഗുണഭോക്താവായത് BJP ആണ്. അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.